നമസ്കാരം. എറണാകുളം പള്ളുരുത്തിലെ സെൻറ് റീത്ത സ്കൂളിലെ യൂണിഫോം കോഡ് തെറ്റിച്ച് ഒരു പെൺകുട്ടി തലയിൽ തട്ടമിട്ട് സ്കൂളിലെത്തി. അത് സ്കൂളിലെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പുറത്തു നിന്നും ഒരു കൂട്ടം SDPI പ്രവർത്തകർ സ്കൂളിലേക്ക് എത്തി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ സ്കൂള് അടച്ചിട്ടിരിക്കുകയായിരുന്നു. 7-ാം തീയതി നമ്മുടെ ആർട്സ് ഡേ സെലിബ്രേഷൻ ആണ്. ഒരു കുട്ടി നമ്മുടെ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു യൂണിഫോം കോഡ് ധരിച്ചാണ് കുട്ടി വരുന്നത്. അപ്പോൾ എനിവേ ഷീസ് സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ദ ഹോൾ. അവൾ ഉള്ളിൽ കയറി, പക്ഷേ ഹോളിൻ്റെ അകത്ത് കയറുന്നില്ല. പ്രോഗ്രാം നടക്കുന്ന ഹോളിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. ഞാനിത് കണ്ടു, കുട്ടിയെ കണ്ടു. ഈ ഒരു യൂണിഫോം കോഡിലാണ് നിൽക്കുന്നത്. ക്ലാസ് ടീച്ചറിനെ തന്നെ ഒന്ന് വിട്ടു. എന്താ സംസാരിക്കണം, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ, ഇങ്ങനെ ഒരു കോഡ് നേരത്തെ കണ്ടിട്ടില്ലല്ലോ, 4 മാസമായി കുട്ടി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്നും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് മിസ് ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. മിസ് ചോദിച്ചതിന് പ്രകാരം കുട്ടി പറയുന്നത്, ഇത് എൻ്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ്. പിന്നെ വരുന്നത് കുട്ടി 10th-നാണ്. അത് ആസ് യൂഷ്വൽ നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്താണ്. സെയിം ഈ ഒരു കോഡിലാണ്, ഈ ഡ്രസ് കോഡിലാണ് കുട്ടി വരുന്നത്. എനിവേ നമ്മൾ വീണ്ടും ഈ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ അവിടെ കൊണ്ടിരുത്തി കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് പാരൻറ്റിനെ വിളിച്ചു. പാരൻ്റ് ഒരു വിളി കാത്തു നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തത്. ഓൺ ദ സ്പോട്ടിൽ പാരൻ്റ് എത്തി. പാരൻ്റ് അവിടെ നിന്ന് ഒച്ച വെച്ചാണ് വന്നത്. കുട്ടി സേഫാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ കുട്ടി സേഫാണ്, ഒന്ന് പാരൻറ്റിനോട് സംസാരിക്കണം. ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണല്ലോ, PTA പ്രസിഡൻറ്റിൻ്റെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചതാണ്. സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല, നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ, നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ കുട്ടി ഇതിട്ട് തന്നെ പഠിക്കത്തുള്ളൂ. ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മദറും വരുന്നുണ്ട്, ഒപ്പം 2 പേരും കൂടെ കയറി വരുന്നുണ്ട്. ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വൈസ് പ്രസിഡൻ്റ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം കാര്യം എന്താണ് തിരക്കി, നമ്മൾ ജസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ്. ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് ഒരു 5-ൽ കൂടുതൽ, ഒരു 6-ൽ കൂടുതൽ ആളുകൾ കയറി വരിക. ഭയങ്കര ബഹളം ഉണ്ടാകുന്നു. ഈ സമയത്ത് നമ്മുടെ KG സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ്. അവിടെ കുഞ്ഞുങ്ങളാണ്, അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളമൊക്കെ കേട്ടിട്ട്. സ്കൂളിൻ്റെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ഉടനെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അറിയിച്ചു. പോലീസ് ഓഫീസേഴ്സ് വന്നു. SI ഉൾപ്പെടെയുള്ളവരെ ഈ പാരൻസിനെയും കുട്ടിയെയും ഓഫീസിൻ്റെ ഉള്ളിലോട്ട് വിളിപ്പിച്ച് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇതല്ലേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ പോരാ, അല്ലെങ്കിൽ TC മേടിച്ച് നിങ്ങൾ പൊക്കോളൂ. എന്നിട്ടും അദ്ദേഹം ഇതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.